നെവിൻ ഔട്ടായിരിക്കുകയാണ് ടോപ്പ് 4. അതെ, നെവിൻ അങ്ങനെ ഔട്ടായിരിക്കുന്നു. ശരിക്കും നെവിൻ ഡിസർവിങ് ആണോ ഈ ഒരു പൊസിഷന് വേണ്ടിയിട്ട്? 5 അക്ബറിന് കിട്ടി, നമ്മളിപ്പോൾ കണ്ടു അക്ബർ സ്റ്റേജിലൊക്കെ വന്നത്. നെവിന് കിട്ടിയ ഈ സാധനം ഫെയർ ആണോ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. ശരിക്കും നെവിൻ എന്ന് പറയുന്ന പ്ലെയർ ഇപ്പൊ ടോപ്പ് 3 ആയിട്ട് എവിക്റ്റ് ആവും എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. മറ്റേ പ്രൊമോ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി 5 അക്ബർ അതുപോലെ പറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്ത് 4 ഷാനവാസ്, 3 നെവിൻ ആയിരിക്കും. നല്ല 4th ആയിട്ടാണ് നെവിൻ എവിക്റ്റ് ആയിരിക്കുന്നത് ടോപ്പ് 4 ആയിട്ട്. ഡിസർവിങ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിനെ നമ്മൾ ടോപ്പ് 5 ആണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് 4ലേക്ക് വന്നു എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ഭയങ്കര 3ലേക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു അക്ബറിനെയും ഷാനവാസിനെയും കടത്തി വെട്ടി എന്ന് പറയായിരുന്നു. ഇതിപ്പോൾ അക്ബർ താഴെ പോയി, നെവിൻ നിന്നു. ഡിസർവിങ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസർവിങ് ആണ്. പക്ഷേ 5 ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അക്ബർ ഒരു പടി മുകളിലായിട്ട് വന്നിരുന്നെങ്കിൽ അത് ഭയങ്കര കൂടുതൽ മോർ ഡിസർവിങ് ആയേനെ. പിന്നെ നെവിൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ നമുക്കറിയാം, ഈ 100 ഡേയ്സ് നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ട ഒരാളാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഫൺ ഫാക്ടർ നിറഞ്ഞ ഒരാളാണ്. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അടിയും തല്ലും വഴക്കം മാത്രമല്ല, ഫൺ ഫാക്ടർ അതിനകത്ത് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നെവിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നെവിൻ ഇതിനകത്ത് നെവിൻ്റെ ഒരു ഫെമിനിറ്റി ഭയങ്കര എന്താ പറയുക ഒരു കുറവ് പോലെയാണോ എന്ന് തുടക്കത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അല്ല, വിത്തൗട്ട് നെവിൻസ് ഫെമിനിറ്റി ഹീസ് നത്തിങ് അല്ലേ. നമ്മൾ പ്രേക്ഷകർ നെവിനെ ഏറ്റെടുത്തിരിക്കുന്ന നെവിൻ്റെ ആ ഒരു സ്ത്രൈണതയും കൂടി ചേർന്നിട്ടാണ്. 99% പ്രേക്ഷകർ നെവിൻ്റെ ആ ഒരു സ്ത്രൈണതയെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. ബിക്കോസ് അതാണെങ്കിലേ നെവിൻ ആവുള്ളൂ. സോ വെൽക്കം ബാക്ക് എന്ന് എനിക്ക് നെവിനോട് പറയാനുള്ളൂ. നെവിൻ ഇങ്ങനെ തന്നെയാണോ എന്ന് പലരും പല ദിവസങ്ങളും ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നെവിനും കൂടെ കമ്പനി ആവുന്ന തന്നെ ഫസ്റ്റ് ആദ്യത്തെ ഒരു 5 മണിക്കൂർ ഒരുമിച്ച് സംസാരിക്കുന്നതോടുകൂടിയാണ്. പുള്ളി ഇതുപോലെ തന്നെയാണ്, സെയിം ഹൗസിനകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നെവിൻ പുറത്തും. സെയിം, ഒരു മാറ്റവും ഇല്ല, ഇതുപോലെ തന്നെയാണ്. അപ്പം നെവിൻ്റെ എവിക്ഷൻ ടോപ്പ് 4 ഓക്കെ, ഡിസർവിങ്, ഫൈൻ. ടോപ്പ് 5 വന്നതിൽ ടോപ്പ് 4 ഓക്കെ, ഫൈൻ, ഡിസർവിങ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനിയിപ്പോൾ അടുത്ത ടോപ്പ് 3 ഷാനവാസ് ആയിരിക്കാം, അത് കഴിയട്ടെ, അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ഞാൻ എപ്പിസോഡ് കണ്ടിട്ടാണ് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുവരേക്കും ബൈ.